ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് എക്സാം ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറ്റർ എക്സാമിനായിട്ടുള്ള കട്ടിംഗ് ടൂൾ മൊഡ്യൂൾ 3 കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഫിറ്റർ ട്രേഡിലെ പല കട്ടിംഗ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ കട്ടിംഗ് ടൂൾസ് എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ ഒരു കട്ടിംഗ് ടൂളിൻ്റെ ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സെക്ഷനിൽ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളിവിടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കട്ടിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കട്ടിംഗ് ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ PSCയുടെ പല ടെക്നിക്കൽ എക്സാമിലും ക്വസ്റ്റ്യൻസ് വരാറുള്ളതും സിലബസിലൊക്കെ വരാറുള്ള ഒരു ടോപ്പിക്കായ ഫയലാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫയൽ തന്നെ പല ടൈപ്സിലുണ്ട്. ഫയലിൻ്റെ കട്ട് ഓഫ് ഫയൽസ് നമ്മൾ പഠിക്കും, ഗ്രേഡ് ഓഫ് ഫയൽസ് പഠിക്കും, ഷേപ്പ് ഓഫ് ഫയൽ പഠിക്കും, പിന്നെ ടൈപ്പ് ഓഫ് ഫയൽസിൽ, പിന്നെ നീഡിൽ ഫയൽസ്, സ്പെഷ്യൽ ഫയൽസ്, പിന്നിങ് ഓഫ് ഫയൽസ്, അതോടൊപ്പം തന്നെ പിന്നെ കോൺവെക്സിറ്റി ഓഫ് ഫയൽസ്, ഫയലിംഗ് ടെക്നിക്സ്, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാക്സോ, ഫ്രെയിം ആൻഡ് ബ്ലേഡിനെ കുറിച്ചും, പിന്നെ ചിസല്, സ്ക്രാപ്പർ, ഡ്രില്ലിംഗ് ടൂൾസ്, ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ച്, റീമർ, ഹാൻഡ് ടാപ്സ്, ത്രെഡിങ് ഡൈസ്, പിന്നെ ഡ്രില്ലിംഗ് വർക്കിനെ കുറിച്ച്, പിന്നെ ഡ്രില്ലിങ്ങിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സുകളെ കുറിച്ച്, പിന്നെ ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസുകളെ കുറിച്ച്, പിന്നെ കൗണ്ടർ സിങ്കിങ് എന്താണ്, പിന്നെ ഫീലർ ഗേജുകളെ കുറിച്ചും ഫില്ലറ്റ് ഗേജിനെ കുറിച്ചുമൊക്കെ, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻസിനെ കുറിച്ചും ഗ്രൈൻഡിങ് വീലിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ടേമുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും വളരെ വിശദമായിട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഫയലിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഫിറ്ററിൽ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, വർക്ക്ഷോപ്പിൽ ഒരു മെറ്റൽ സർഫസ് വളരെ സ്മോൾ അല്ലെങ്കിൽ വളരെ കുറച്ചായിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ ഷേപ്പ് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫിനിഷ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഫയലാണ്. ഫയൽ സാധാരണയായി മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു PSC പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫയലിൻ്റെ ബോഡി ഹാർഡനിങ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ടെമ്പേർഡും ആണ്. പക്ഷെ ഇവിടെ ഈ ടാങ്ക് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഹാർഡനിങ് ചെയ്തിട്ടില്ല, അത് സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഈ ടാങ്ക് എന്ന് പറയുന്നത് ഹാൻഡിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരാത്തൊരു ഏരിയ ആണ് അത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഹാർഡനിങ് ചെയ്യേണ്ടതായിട്ടില്ല, അത് സോഫ്റ്റ് ആയിട്ട് നിന്നാലും മതി ആ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ ഫയലിൻ്റെ അറ്റത്ത് ഉള്ള ഒരു പാർട്ടാണ് ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് നമ്മൾ പറയും. ടീത്തുള്ള അടുത്തൊരു പാർട്ടാണ് ഫേസ്. അതായത് ടീത്തുള്ള വലിയ സർഫസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെന്താ, സൈഡിൽ റോ ഓഫ് ടീത്തുള്ള ഭാഗത്തിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ആ സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ടീത്ത് ഇല്ലാത്ത സ്മൂത്ത് ഭാഗത്തെയാണ് ഹീൽ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയലിൻ്റെ ഒരു 3/4% താഴെ ആ ഫയൽ ലെങ്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ആ ഫയൽ ലെങ്ത്തിൻ്റെ ആ ഒരു 3/4%
ടീത്ത് ഉണ്ട്, ബാക്കി കുറച്ച് പോർഷൻസ് ടീത്ത് ഇല്ല. അവിടെയാണ് നമ്മൾ ഹീൽ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടീത്ത് ഇല്ലാത്ത ആ സ്മൂത്ത് ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ബോഡിയും ടാങ്കുമായി കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഷോൾഡർ. അവിടെ ഒരു കെർവ്ഡ് ഷേപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഒരു കെർവ്ഡ് സെക്ഷനാണ്. ഇതിനാണ് ഷോൾഡർ എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡിലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നാരോ ഭാഗത്തെയാണ് ടാങ്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സോഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ഹാൻഡിൽ പൊട്ടിപ്പോകാതിരിക്കാൻ ഹാൻഡിലിൻ്റെ പുറത്ത് കൊടുക്കുന്ന മെറ്റൽ റിംഗ് ആണ് ഫെറൂള്. ഓക്കെ, അതൊരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ്. നമുക്കവിടെ ഈ ക്രാക്കിങ്ങോ അല്ലെങ്കിൽ സ്പിറ്റിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ വുഡൻ ഹാൻഡിൽ ക്രാക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ സ്പിറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ് ഫെറൂള്. ഓക്കെ. പിന്നെ നമ്മൾ വുഡൻ ഹാൻഡിൽ അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടുകളെ കുറിച്ചും എക്സാമിന് ചോദിക്കാറുണ്ട്. ഫെറൂളിനെ കുറിച്ചും ഹീലിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് എക്സാമുകൾക്ക്. പല PSC എക്സാമിലും ഈ ഫൈൽ എന്ന പോർഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പല എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫൈൽ എന്ന ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റ് പോലും വിട്ട് കളയാൻ പറ്റത്തില്ല. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ഭാഗത്തു നിന്നും ടച്ച് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഫൈൽ എന്ന ഭാഗത്തിലെ ഇപ്പം നമ്മൾ പഠിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ ഫൈല് നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിൽ ഫൈലിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നതും. ഓക്കെ. പിന്നെ അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം അതിൻ്റെ പാർട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താണ് ഫയൽ ലെങ്ത്. നമുക്ക് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഫയൽ ലെങ്ത് എന്താണ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ദ ഹീൽ ആണ്. അത് ടിപ്പ് മുതൽ ഹീൽ വരെയുള്ള ആ ലെങ്ത് ആണ് ഫയൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫയൽസ് ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു? യൂസ്ഡ് ഫോർ റിമൂവിങ് മെറ്റീരിയൽ ആൻഡ് ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിങ്. അതായത് നമുക്ക് ഷേപ്പിംഗ് ചെയ്യാനും ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഫയൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് ഫയലിൽ നിന്ന് തന്നെയാണ് കട്ട് ഓഫ് ഫയൽ. അത് ഫയൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ നമുക്ക് ഒട്ടനവധി ഫയലുകളുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ഫയലുകളുണ്ട്. അപ്പോൾ ഫയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഫയലിൻ്റെ ആ ടീത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടുകൾ വന്നിരിക്കുന്നത് പല രീതിയിലായിരിക്കാം. ഓക്കെ. അപ്പോൾ ആ കട്ടുകൾ എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കുക സിംഗിൾ കട്ട് ഫയൽ. അപ്പോൾ സിംഗിൾ കട്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സിംഗിൾ റോ ഓഫ് ടീത്ത് ആയിരിക്കും. നമുക്കവിടെ ആ പിക്ചറിൽ കാണുന്ന ടൂത്ത് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചരിഞ്ഞിങ്ങനെ പോകുന്നത് ടീത്താണ്. അപ്പോൾ വൺ റോയിലാണ് ആ ടീത്തുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ദെൻ ഈ ടീത്ത് സെൻട്രൽ ലൈനോട് 60 ഡിഗ്രി ആംഗിളിലാണ്. അപ്പോൾ ആ ടീത്ത് ചരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ആ സെൻട്രൽ ലൈൻ അവിടെ നടുക്ക് പോകുന്നുണ്ടല്ലോ ഹൊറിസോണ്ടലായിട്ട്. ആ സെൻട്രൽ ലൈനും ആ ചരിഞ്ഞു പോകുന്ന ആ ടീത്തും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇതും PSC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റീരിയൽ വളരെ ഫാസ്റ്റായിട്ട് റിമൂവ് ചെയ്യില്ല. ഓക്കെ, അത് വളരെ ഫാസ്റ്റായിട്ടല്ല കമ്പയർ ടു അതർ കട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും ഫാസ്റ്റായിട്ട് ഇത് റിമൂവ് ചെയ്യത്തില്ല. പക്ഷേ ഒരു കാര്യം ഇതിനുണ്ട്, നമുക്ക് വളരെ സ്മൂത്ത് ഫിനിഷിനകത്ത് കിട്ടും. നമ്മൾ പെട്ടെന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് വളരെ സ്മൂത്ത് ഫിനിഷ് നമുക്ക് എവിടെ കിട്ടും? സിംഗിൾ കട്ട് ഫയലിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കുക ബ്രാസ്, അലൂമിനിയം, കോപ്പർ പോലുള്ള സോഫ്റ്റ് മെറ്റൽസിലും ഷാർപ്പനിങ്ങിലുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കവിടെ ടെക്നിക്കൽ യൂസ് എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്ക് ബ്രാസ്, അലൂമിനിയം, കോപ്പർ പോലത്തെ മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയിലും നമുക്ക് എന്തിനാ ഷാർപ്പനിങ്ങിന് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് സിംഗിൾ കട്ട് ഫയൽ.
ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ കട്ട് ഫയലാണ്. ഇതിൽ 2 റോ ഓഫ് ടീത്ത് ഉണ്ട്. നമുക്ക് മുകളിലത്തെ സിംഗിൾ കട്ട് ഫയലിൻ്റെയും ഡബിൾ കട്ട് ഫയലിൻ്റെ ഇമേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്താ 2 റോ ഓഫ് ടീത്തുകളാണ്. താഴത്തോട്ടും ഒരു റോ ഉണ്ട്, മുകളിലോട്ടും ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് റോയുടെ അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഓവർ കട്ട് എന്നാണ്. ഓക്കെ, അതിനെ പറയുന്നത് ഓവർ കട്ടാണ്. അത് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. സെൻട്രൽ ലൈൻ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ഇനി സെക്കൻഡ് റോ അപ്പ് കട്ട് വരുന്നത് എത്രയാണ്? അത് 51 ഡിഗ്രിയാണ്. ഇതും പഠിച്ചു വയ്ക്കുക, ഇതും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെന്താണ്, ഇവിടെ ഇത് മെറ്റീരിയൽ വളരെ ഫാസ്റ്ററായിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ സിംഗിൾ കട്ട് ഫയലിൽ വളരെ സ്ലോ ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ കട്ടിൽ വരുമ്പോൾ എന്താണ് പ്രത്യേകത? വളരെ റാപ്പിഡ്ലി നമ്മുടെ സ്റ്റോക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാസ്പ് കട്ട് ഫയലാണ്. ഇത് ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിന്റഡ് ടീത്താണ്. ഓക്കെ, നമുക്കവിടെ ഓരോരോ ഇൻഡിവിജ്വൽ ഡാഷ് പോയിന്റുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിന്റഡ് ടീത്താണ്. ഇത് ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ ഉണ്ടാവൂ. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹാഫ് റൗണ്ട് ഷേപ്പ്. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? വുഡ്, ലെതർ പോലുള്ള സോഫ്റ്റ് നോൺ മെറ്റാലിക് മെറ്റീരിയൽസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർവ്ഡ് കട്ട് ഫയലാണ്. ഇതിൽ ഡീപ്പ് കർവ്ഡ് ടീത്ത് ആയിരിക്കും. എങ്ങനെയാ? ഡീപ്പ് കർവ്ഡ് ടീത്ത് ആയിരിക്കും. നമുക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണിത്. ഇത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്? അതായത് അലൂമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് പോലുള്ള സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അവിടെ വരുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കട്ട് ഫയൽ എവിടെയാണ്? അത് സ്മൂത്ത് ഫിനിഷാണ് നമുക്ക് തരുന്നത്. ഡബിൾ കട്ട് ഫയൽ ഫാസ്റ്റ് റിമൂവലാണ് തരുന്നത്. റാസ്പ് കട്ട് വുഡ് അല്ലെങ്കിൽ ലെതർ ഈ പോർഷനിൽ ഇവിടെയൊക്കെയാണ് ഇത് യൂസ് വരുന്നത്. കർവ്ഡ് കട്ട് ഫയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് സോഫ്റ്റ് മെറ്റീരിയൽസിനാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് PSC എക്സാമിൽ ചോദിച്ചിട്ടുള്ള പോയിന്റുകളാട്ടോ നമ്മൾ ഈ പറഞ്ഞത്, കീ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതും ഫയലായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഗ്രേഡ് ഓഫ് ഫയൽ. ഈ ഫയലിന് ഗ്രേഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രേഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗ്രേഡ് എന്ന് പറയുന്നത് ടീത്തിൻ്റെ സ്പേസിങ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലെങ്ത്തിൽ എത്ര കട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗ്രേഡ് ഡിപ്പെൻഡ് ഓൺ സ്പേസിങ് ഓഫ് ദ ടീത്ത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് കട്ട് പെർ 10 mm ലെങ്ത്ത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ആ ഗ്രേഡുകൾ നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ഗ്രേഡ് ഓഫ് ഫയൽ നമുക്ക് ആ ചിത്രത്തിൽ ഗ്രേഡ് ഓഫ് ഫയൽ ഉണ്ട്. പിന്നെ ടൂത്തിൻ്റെ സ്പേസിങ്, അതായത് 10 mm എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫയലിൻ്റെ ഫിഗർ അവിടെ ഉണ്ട്. ടൂത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് അവിടെ വളരെ സൂമായിട്ട് എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് റഫ് ഫയലാണ്. റഫ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് മെറ്റൽ വളരെ ഫാസ്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ലാർജ് എമൗണ്ട് ഓഫ് മെറ്റലിനെ വളരെ ഫാസ്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് റഫ് ഫയൽ. അതായത് നമുക്ക് ഈ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റഫ് കാസ്റ്റിംഗ് വന്നാൽ ആദ്യം വലിയ എമൗണ്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ റഫ് കാസ്റ്റിംഗ് ഒക്കെയാണ്. നമുക്ക് കാസ്റ്റിംഗ് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ വളരെ റഫായിരിക്കും. ഓക്കെ, ആ കാസ്റ്റിങ്ങിൻ്റെ അപ്പോൾ നമുക്ക് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അത് റിമൂവ് ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് റഫ് ഫയൽ ഉപയോഗിക്കുക. അപ്പോൾ അവിടുത്തെ ടൂത്തിൻ്റെ സ്പേസിങ് എത്രയാണ്? 4 to 6 ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും. ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്. കാരണം 10 mm ലെങ്ത് എടുക്കുമ്പോൾ ആ ടീത്തുകളുടെ വന്നിരിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ഒരു ടീത്തുകളുടെ എണ്ണം കുറയുന്നുണ്ട്, ഒരുപാട് മെറ്റീരിയൽ അവിടെ നിന്ന് കവറായി പോകുന്നുണ്ട്. ഓക്കെ, അത് ഇത്തിരി ലാർജാണ് ആ ടീത്ത് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് ബസ്റ്റാർഡ് ഫയലാണ്. ബസ്റ്റാർഡ് ഫയലിൻ്റെ
ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ. അത് തന്നെയാണ് ഹെവി, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ഏത് ഫയലാണ്? അത് ബസ്റ്റാർഡ് ഫയൽ. റഫ് ഫയൽ ആണെങ്കിൽ എന്താണ്? റാപ്പിഡ് റിമൂവൽ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഫ് ഫയലാണ്. ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബസ്റ്റാർഡ് ഫയലാണ്. അവിടുത്തെ ടൂത്ത് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നില്ലെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരു അറൗണ്ട് എത്രയും ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ റഫ് ഫയലിലാണോ ഇങ്ങനെ മറ്റേ ഫയലുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഗ്രേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതലായിട്ട് നിൽക്കണേ, ഇങ്ങനെയുള്ള ഒരു അറൗണ്ട് റേഞ്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. വാല്യൂസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിലും റേഞ്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് തന്നെ ചെയ്യാനുള്ള, മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടീത്തിൻ്റെ സ്പേസിങ്ങിനൊക്കെ ലെവലിൽ നിന്ന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നമ്മുടെ ആ യൂസ് എന്നുള്ള കാര്യം അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അത് നമുക്ക് കീ പോയിന്റ് ആണ്. ഓക്കെ, അത് അതുപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് കട്ട് ഫയലാണ്. സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഹാർഡ് മെറ്റൽസ്. ഓക്കെ, അതായത് ഹാർഡ് മെറ്റൽസ് ഫയൽ ചെയ്യാനും വർക്ക് പീസിൽ ഫൈനൽ ഡയമെൻഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സെക്കൻഡ് കട്ട് ഫയലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അവിടെ വരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 12 ആണ്. അടുത്ത ഫയൽ എന്ന് പറയുന്നത് സ്മൂത്ത് ഫയലാണ്. സ്മൂത്ത് ഫയൽ വെരി സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയലാണ് റിമൂവ് ചെയ്ത് ഫൈൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് സ്മൂത്ത് ഫയൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അവിടുത്തെ ടൂത്ത് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 to 16 ആണ്. ഇനി അടുത്തതായിട്ട് ഡെഡ് സ്മൂത്ത് ഫയലാണ് വരുന്നത്. ഡെഡ് സ്മൂത്ത് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിസൈസ് സൈസിലേക്ക് കൊണ്ടുവരാനും വെരി ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ് കിട്ടാനുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ വെരി പ്രിസൈസ് സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബ്രിങ്ങിങ് ജോബ് ടു പ്രിസൈസ് സൈസ് വിത്ത് വെരി ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെഡ് സ്മൂത്ത് ഫയലാണ്. അപ്പോൾ അവിടുത്തെ ടീത്തുകളുടെ എണ്ണം, ആ ടീത്തിൻ്റെ സ്പേസ് അത് ഇത്തിരി കൂടുതലായിരിക്കും. ഓക്കെ, അത് 17 to 22 അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ കീ പോയിന്റ്സുകൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക, ആ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഓർഡറും കൂടി ഓർത്തിരിക്കുക. അത് ആദ്യം വരുന്നത് റഫാണ്, പിന്നെ ബസ്റ്റാർഡാണ്, പിന്നെ സെക്കൻഡ് കട്ട് ഫയലാണ്, പിന്നെ സ്മൂത്ത് ഫയലാണ്, പിന്നെ ഡെഡ് സ്മൂത്ത് ഫയലാണ്. അതിൻ്റെ ഓർഡറിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് സ്ലൈഡിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഷേപ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഫയൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഫയലിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് ഫയലാണ്. ഫ്ലാറ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. ഓക്കെ, അതൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അത് പിന്നെ അത് നമുക്ക് അതിൻ്റെ ഒരു പറയുന്നുണ്ട് പാരലൽ വിഡ്ത്ത് അപ് ടു 2/3 ലെങ്ത്. ഓക്കെ, ആ ഒരു പാരലൽ, രണ്ട് എഡ്ജും പാരലായിട്ട് പോകുന്നത് ആ ഒരു ഫയലിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ 2/3 ലെങ്ത്തിലായിരിക്കും പോകുന്നത്. എന്നാൽ ബാക്കിയുള്ള പോർഷൻസിന് ഒരു ടേപ്പറിങ്, ഒരു ചരിവ് നമുക്ക് ആ പോയിന്റ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ ടിപ്പ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റെക്റ്റാങ്കുലറാണ്. ഓക്കെ, ദെൻ അടുത്തത് ഹാൻഡ് ഫയൽ. ഹാൻഡ് ഫയലിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താലും അതും ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് മുഴുവൻ പാരലലായിരിക്കും. ഓക്കെ, ഫ്ലാറ്റ് ഫയലിൽ വിഡ്ത്ത് മുഴുവൻ പാരലൽ അല്ലായിരുന്നു, പക്ഷെ ഹാൻഡ് ഫയലിൽ വിഡ്ത്ത് മുഴുവൻ പാരലലായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, ഇതിന് സേഫ് എഡ്ജ് ഉണ്ട്. എന്താണ് സേഫ് എഡ്ജ്? അതായത് സേഫ് എഡ്ജിൽ അവിടെ ടീത്ത് അല്ലെങ്കിൽ ടൂത്ത് ഉണ്ടാവത്തില്ല, അവിടെ ടൂത്ത് ഇല്ല. ഓക്കെ, ആ ഒരു എഡ്ജിൽ ടൂത്ത് ഇല്ല. അപ്പോൾ എന്തിനായിരിക്കും അവിടെ അങ്ങനെ ഒരു ഫയലിൻ്റെ ആ ഒരു എഡ്ജിൽ ടൂത്ത് ഇല്ലാതെ ഇരിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു വർക്കിൽ നമുക്ക് ഇപ്പോൾ ആ ഒരു ഫിനിഷിംഗ് സർഫസിലേക്ക് ഫയലിൻ്റെ ഒരു സൈഡ് ടച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
നമ്മൾ ആ സൈഡിലേക്ക് ടച്ച് ചെയ്യപ്പെടുന്നത് ഈ സേഫ് എഡ്ജ് ആയിരിക്കും. കാരണം അവിടെ സേഫ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടീത്ത് ഇല്ല, അവിടെയും ഫിനിഷിംഗ് ആയിരിക്കും. ആ ഫയലിന്റെ സേഫ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഫിനിഷിംഗ് സൈഡ്സ് കോൺടാക്ട് വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അവിടെ ടീത്ത് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫിനിഷ്ഡ് ആയിട്ടുള്ള ജോബിൽ അല്ലെങ്കിൽ വർക്ക് പീസിൽ വീണ്ടും മെറ്റൽ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ സേഫ് എഡ്ജ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്ക്വയർ ഫയലാണ്. ഈ സ്ക്വയർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് നമ്മൾ കീവേസ്, സ്പ്ലൈൻസ്, സ്ക്വയർ ഹോൾസ്, റെക്റ്റാങ്കുലർ ഓപ്പണിങ്സ് എന്നിവയ്ക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് റൗണ്ട് ഫയലാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. ഓക്കെ, റൗണ്ട് ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. സർക്കുലർ ഹോൾ എൻലാർജ് ചെയ്യാനും ഫില്ലറ്റ് റേഡിയസ് ഫയൽ ചെയ്യാനാണ് നമ്മൾ റൗണ്ട് ഫയൽ ഉപയോഗിക്കുക. അടുത്തതായിട്ട് ഹാഫ് റൗണ്ട് ഫയല്, അതായത് സർക്കിളിൻ്റെ ഒരു പാർട്ട് പോലെ ഉള്ള, അതായത് നമുക്കൊരു ഹാഫ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിളിൻ്റെ ഒരു ഷേപ്പാണ് നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. അത് അല്ലെങ്കിൽ സെഗ്മെന്റ് ഓഫ് സർക്കിൾ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഇന്റേണൽ കർവ്ഡ് സർഫസ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിക്കുക. അടുത്തതായിട്ട് ട്രയാങ്കുലർ ഫയല്, അതായത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ക്രോസ് സെക്ഷൻ ആണ്. ഇതിൻ്റെ 60 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾസ് അല്ലെങ്കിൽ കോർണേഴ്സിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നൈഫ് എഡ്ജ് ഫയലാണ്. ഇത് വളരെ ഷാർപ്പ് ട്രയാങ്കുലർ ഷേപ്പാണ്. നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് നാരോ ഗ്രൂവ്സ്, അക്യൂട്ട് ആംഗിൾസ് എന്നിവയിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫയൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഷേപ്പ് കണ്ടാൽ തന്നെ അതിൻ്റെ യൂസ് ഓർമ്മ വരണം, അല്ലെങ്കിൽ നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ യൂസസ് നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അവിടുത്തെ മെമ്മറി ട്രിക്കൊക്കെ നോക്കി അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഇത് മൈൻഡിലേക്ക് വരിക. കാരണം ഇവിടെ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ പല രീതിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി സ്ലൈഡിലോട്ട് പോവാം. ഇനിയും ഫയലിൻ്റെ പോർഷൻ തന്നെയാണ് നീഡിൽ ഫയൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫയൽസ് എന്ന ടോപ്പിക്കാണ് വരുന്നത്. ഇവ സാധാരണയായി വലിയ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയലല്ല. ഈ നീഡിൽ ഫയൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെറ്റീരിയൽ റിമൂവ് ചെയ്യാനൊന്നുമല്ല. അപ്പോൾ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിക്കേറ്റ് അല്ലെങ്കിൽ ടൂൾ റൂം വർക്കുകൾക്ക് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുക. ഇതിൻ്റെ നോമിനൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 mm to 180 mm ആണ്. ഇത് ഓർത്തിരിക്കണം, 120 mm to 180 mm. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്റ്റാർഡ്, അതോടൊപ്പം തന്നെ സ്മൂത്ത് കട്ടുകളാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പെഷ്യൽ ഫയൽസിലേക്ക് കിടക്കാം. ഈ സ്പെഷ്യൽ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിഫ്ലർ ഫയലാണ്. അത് ഇതിൻ്റെ യൂസസ് ആണ് എൻ്റെ പഠിച്ചു വയ്ക്കേണ്ടത്. സ്പെഷ്യൽ ഫയലിൽ എൻ്റെ യൂസസ് ആണ് പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഷേപ്പിലും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നിങ്ങളത് വ്യക്തമായിട്ട് പഠിക്കുക. റിഫ്ലർ ഫയൽ, അതായത് ഡൈൻ സിങ്കിങ് അല്ലെങ്കിൽ എൻഗ്രേവിങ് അല്ലെങ്കിൽ സിൽവർ സ്മിത്ത് വർക്കുകൾക്ക് വേണ്ടിയാണ് ഈ റിഫ്ലർ ഫയൽസ് ഉപയോഗിക്കുക. അടുത്തായിട്ട് മിൽസോ ഫയല്, അതായത് വുഡ് വർക്കിംഗ് സോ അല്ലെങ്കിൽ വുഡ് വർക്കിംഗ് സോ ഷാർപ്പനിങ്ങിനൊക്കെ വേണ്ടിയാണ് മിൽ സോ ഫയല്. അത് മിൽ എന്നൊരു വേർഡ് വെക്കുമ്പോൾ മില്ല്, നമ്മൾ തടിമില്ല് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് വുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കുക. ദെൻ അടുത്തതായിട്ട് ക്രോസിംഗ് ഫയല്. ക്രോസിംഗ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അത് ഫിഷ് ബാക്ക് ഫയലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്രോസിംഗ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിഷ് ബാക്ക് ഫയൽ ഏത് ഫയലാണെന്ന് ചോദിക്കും. അത് ക്രോസിംഗ് ഫയലാണ്. ഇത് ഡിഫറെൻറ്റ് കർവ്സ് ഉള്ളത്. ഓക്കെ, അതാണ് ഈ ക്രോസിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ബാലറ്റ് ഫയല്. അത് ഷാർപ്പ് കോർണേഴ്സിനാണ്. ഇവിടെ ഫ്ലാറ്റ് ട്രയാങ്കുലർ ഷേപ്പാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഷാർപ്പ് കോർണേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അവിടെ ടീത്ത് ആ വൈഡ് ഫ്ലാറ്റ് ഫേസിൽ മാത്രമേ അവിടെ ടീത്ത് ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ടിങ്കേഴ്സ് ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇത് ഓട്ടോമൊബൈൽ ബോഡിയുടെ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെ തന്നെയാണ് എക്സാമ്പിൾക്ക് കണ്ടിട്ടുള്ളത്.
കീവേഡായിട്ട് വരുന്നത് ഓട്ടോമൊബൈൽ ബോഡി ഫിനിഷിങ്ങിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ടിങ്കർ ഫയൽ. ഓക്കെ, അപ്പോൾ ദെൻ അടുത്തതായിട്ട് റോട്ടറി ഫയൽ. റോട്ടറി ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് മെഷീൻസിലൊക്കെ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ അതും യൂസ്ഡ് ഫോർ ഡൈൻ സിങ്കിങ് ആൻഡ് മോൾഡ് മേക്കിംഗ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് മെഷീൻ ഫയൽ. ഇവിടെ ഡബിൾ കട്ട് ഫയൽ ക്ലാംപ്ഡ് ടു ഹാൻഡ് ഫയലിംഗ് മെഷീൻസ്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ഫയലിംഗ് മെഷീനിൽ ക്ലാമ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ നീഡിൽ ഫയലിലോട്ട് പോവാം. അടുത്തതും ഫയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പിന്നിങ്, കോൺവെക്സിറ്റി ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫയൽസ്. അപ്പോൾ ഈ ഫയൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് പിന്നിങ്? പിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ ചിപ്സ് ഫയലിൻ്റെ ടീത്തിൻ്റെ ഇടയിൽ കുടുങ്ങിയാൽ അതിനെയാണ് പിന്നിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റലിൻ്റെ അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെയൊക്കെ റിമൂവ് ചെയ്യുന്ന ചിപ്പുകൾ ഉണ്ടല്ലോ, ഈ ചിപ്പുകളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ടീത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കിടന്നാൽ, കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ അതിനെയാണ് പിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നിങ് സംഭവിച്ചു കഴിഞ്ഞാൽ വുഡ് പീസിലൊക്കെ സ്ക്രാച്ചസ് വരാം. ഓക്കെ, കോസിങ് സ്ക്രാച്ചസ് ഓൺ ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിന് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫയൽ കാർഡ് അല്ലെങ്കിൽ ഫയൽ ബ്രഷ്. ഓക്കെ, ഫയൽ കാർഡ് അല്ലെങ്കിൽ ഫയൽ ബ്രഷ്. പിന്നെ ഈ സ്റ്റബ് ബോൺ ചിപ്സ് ആണെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് സ്ട്രിപ്പ് ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, പിന്നെ പിന്നിങ് പ്രിവെൻറ്റ് ചെയ്യാൻ ഫയലിൻ്റെ ഫേസിൽ ചോക്ക് റബ്ബ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിന്നിങ് സംഭവം അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഈ ടൂത്തിൻ്റെ ഇടയിൽ മെറ്റൽ പീസുകൾ കുടുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചോക്ക് തേക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് കോൺവെക്സിറ്റി അല്ലെങ്കിൽ കോൺവെക്സിറ്റി ഓഫ് ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫയൽ ഫേസിന് ചെറിയ ലെങ്ത് വൈസ് കർവേച്ചർ കൊടുക്കുന്നതിനെയാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അവിടെ ഒരു സ്ലൈറ്റ് കർവേച്ചർ, ഇനിയും ബെല്ലി പോലെ ഒരു സംഭവം ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിനെയാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്? ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? നമ്മളിപ്പോൾ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഫോർവേഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എഡ്ജ് വർക്ക് പീസിൽ അധികം ബൈറ്റ് ചെയ്യാതിരിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫയലിൻ്റെ എഡ്ജുകളുണ്ടല്ലോ, ഒരുപാട് ഈ വർക്ക് പീസിൽ ഉരസാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ കോൺവെക്സിറ്റി അവിടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഫയൽസ് എന്ത് ചെയ്യും? കട്ട് ഓൺലി ഓൺ ദ പുഷ് സ്ട്രോക്ക്. അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ എന്ത് ചെയ്യും? ഈ പ്രഷർ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓയിൽ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സിൽ അവിടെ നിന്ന് ഓർത്തിരിക്കുക. പിന്നിങ് എന്താണ്, കോൺവെക്സിറ്റി എന്താണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ കെയർ ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് പുഷ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കട്ടിങ് സ്ട്രോക്ക് ആണ്. റിട്ടേൺ പുൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കട്ടിങ് ഇല്ല. ഓക്കെ, എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാക്സോ ഫ്രെയിംസ് ആൻഡ് ബ്ലേഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഹാക്സോ? നമുക്കറിയാം, ഹാക്സോ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ്. അതായത് മെറ്റൽ ബാർ അല്ലെങ്കിൽ പൈപ്പ്, ഷീറ്റ് തുടങ്ങിയവ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹാക്സോ. ഇതിൻ്റെ ഫ്രെയിം പ്രധാനമായും സോളിഡ് ഫ്രെയിം ആൻഡ് അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രെയിമിനെ കുറിച്ചും ബ്ലേഡിനെ കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഫ്രെയിമും ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിമും ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ വീണ്ടും ടൈപ്പുകളുണ്ട്. ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട്, ട്യൂബുലർ ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഈ ബ്ലേഡ് മെറ്റീരിയൽ ആയി നമ്മൾ എന്താ ഉപയോഗിക്കുക? ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ HSS, നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കും. ഏതൊക്കെയാണ്? ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലായിരിക്കും നമ്മൾ ബ്ലേഡിൻ്റെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. ബ്ലേഡ് ടൈപ്പും രണ്ടാണ് പ്രധാനമായിട്ടും. ഓൾ ഹാർഡ് ബ്ലേഡ് ഉണ്ട്, അതോടെ തന്നെ ഫ്ലെക്സിബിൾ ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ഓൾ ഹാർഡ് ബ്ലേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
മുഴുവൻ ലെങ്ത്ത് ഹാർഡൻ ആണ്. ഓക്കെ, മുഴുവൻ ലെങ്ത്ത് ഹാർഡനിങ് ചെയ്തിട്ടുണ്ട്. അത് ഹാർഡ് മെറ്റൽസ് കട്ട് ചെയ്യാനാണ് ഈ ഓൾ ഹാർഡ് ബ്ലേഡ് ഉപയോഗിക്കുക. ഇനി ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടീത്ത് മാത്രം ഹാർഡൻ ചെയ്തിട്ടുള്ളൂ. അതായത് കെർവ്ഡ് കോണ്ടൂർ അല്ലെങ്കിൽ തിൻ ഷീറ്റ് എന്നിവ കട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഫ്ലെക്സിബിൾ ബ്ലേഡുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ ഹാക്സോയുടെ പിച്ചിലേക്ക് കിടക്കാം. ഹാക്സോയുടെ അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ബ്ലേഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കൊയേഴ്സ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഫൈൻ ഉണ്ട്. അപ്പോൾ കൊയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 1.8 mm ആണ്. അത് നമ്മൾ സൂട്ടബിൾ ഫോർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രാസ്, ബ്രോൺസ്, കാസ്റ്റ് അയൺ, കോപ്പർ, അലൂമിനിയം ഒക്കെ വരും. ഇനി പിച്ച് ടൈപ്പ് മീഡിയം ആണെങ്കിൽ 1.4 mm ടു അല്ലെങ്കിൽ 1 mm ഇതാണ് മീഡിയത്തിൽ വരുന്നത്. ഇത് സൂട്ടബിൾ ഫോർ ഹൈ കാർബൺ ഓർ ടൂൾ സ്റ്റീൽസ്, കോൺക്രീറ്റ് പൈപ്പ്, ട്യൂബിംഗ്, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ഇവിടെയൊക്കെയാണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതായത് എക്സാമ്പിൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ ഓർ ടൂൾ സ്റ്റീൽ, കോൺക്രീറ്റ് പൈപ്പ്, ട്യൂബിംഗ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഫൈൻ പിച്ചാണ്. അത് 0.8 mm ആണ്. വളരെ ഫൈൻ ആയിട്ടാണ് അതിൻ്റെ ടൂത്ത് സ്പേസിങ് വരുന്നത്. അത് 0.8 mm ആണ്. അവിടെ തിൻ ട്യൂബിംഗ്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കിലൊക്കെ നമ്മളിത് ഫൈൻ പിച്ചാണ് ഉപയോഗിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം അവിടെ പറയുന്നുണ്ട്, റൂൾ ഓഫ് തമ്പ്. അതായത് ഒരു ഗോൾഡൻ പോയിന്റ് ആണ് അവിടെ പറയുന്നത്. വർക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 to 3 ടീത്തെങ്കിലും വർക്ക് പീസിൽ എൻഗേജ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ വർക്ക് പീസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 2 അല്ലെങ്കിൽ 3 ടീത്തെങ്കിലും വർക്ക് പീസിൽ ടച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഒരു കറക്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ടച്ച് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ടൂത്ത് സ്ട്രിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ തിൻ ഷീറ്റ് ആണെങ്കിൽ ഫൈൻ പിച്ച് ബ്ലേഡ് ഉപയോഗിക്കണം. ഓക്കെ, തിക്ക് മെറ്റീരിയൽ ആണെങ്കിൽ കൊയേഴ്സ് ബ്ലേഡ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കൂടാതെ ബ്ലേഡിന് സ്റ്റാഗേർഡ് സെറ്റ് അല്ലെങ്കിൽ വേവ് സെറ്റ് നൽകുന്നത് സൈഡ് ക്ലിയറൻസ് നൽകാനും ബ്ലേഡ് ജാം ആകാതിരിക്കാനുമാണ്. ഓക്കെ, അവിടെ നമുക്ക് ടൂത്ത് സെറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൂത്ത് സെറ്റിങ്ങിൽ നമുക്ക് സ്റ്റാഗേർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാഗേർഡ് സെറ്റും വേവ് സെറ്റും. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിന് സൈഡ് ക്ലിയറൻസ് കിട്ടാനും അതോടൊപ്പം തന്നെ ഈ ബ്ലേഡ് നമ്മളിത് ഹാക്സോ ഫ്രെയിം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് ആ ബ്ലേഡ് അവിടെ കുടുങ്ങി പോകാതിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്, ബ്ലേഡ് ജാം ആകാതിരിക്കാനുമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ടൂത്ത് സെറ്റിങ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സോളിഡ് ഫ്രെയിം ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഉണ്ട്, അത് തന്നെ ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിം ട്യൂബുലർ ടൈപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ സോളിഡ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പീസ് സ്ട്രോങ് ഫ്രെയിം ആയിരിക്കും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നോട്ട് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി അഡ്ജസ്റ്റബിളിൽ തന്നെ അത് ഫ്ലാറ്റ് സെക്ഷൻ ഫ്രെയിം ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബുലർ ടൈപ്പും ഉണ്ട്. ഓക്കെ, ആ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ ട്യൂബുലർ ടൈപ്പിൽ ട്യൂബുലർ ഷേപ്പിലാണ് ആ ഫ്രെയിം നിൽക്കുന്നത്, മറ്റേതിൽ ഫ്ലാറ്റ് ടൈപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ പോയിന്റുകൾ. ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ഓക്കെ, ഇവിടെ അതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു ക്രൗണിങ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ക്രൗണിങ്? അതായത് നമുക്ക് ഒരു സ്ലൈറ്റ് കോൺവെക്സ് കർവേച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡിഗ്ഗിങ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് കോർണേഴ്സ് അല്ലെങ്കിൽ കട്ടിങ് ഈ ഒരു ഇതിൻ്റെ എഡ്ജുകളിലുള്ള നമ്മളൊരു കർവേച്ചർ കൊടുക്കും. അത് നമ്മുടെ മെറ്റലിലേക്ക്
ഡിഗ് ചെയ്ത് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു നമ്മളത് തടയാൻ വേണ്ടി, ഡിഗ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ക്രൗണിങ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ആംഗിളിലേക്ക് പോവാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആംഗിൾസ് ഓരോന്നും ഓർത്തിരിക്കണം. ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ആംഗിൾ എത്രയാണ്, അതായത് പോയിന്റ് ആംഗിൾ എത്രയാണ്, അത് 65 ഡിഗ്രിയാണ്. കാസ്റ്റ് ചെയ്യേണ്ട 60 ഡിഗ്രിയാണ്. മൈൽഡ് സ്റ്റീലിൻ്റെ 55 ഡിഗ്രിയാണ്. ബ്രാസിൻ്റെ 50 ഡിഗ്രിയാണ്. കോപ്പറിൻ്റെ 45 ഡിഗ്രിയാണ്. അലൂമിനിയത്തിൻ്റെ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പോയിന്റ് ആംഗിൾ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമ്മളൊന്ന് ഓർത്തെടുക്കുക. അത് പഠിക്കാനായിട്ടൊരു ചെറിയ എന്തെങ്കിലും ഒരു നമ്മളൊരു മെമ്മറി ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, ദെൻ അതായത് നമ്മൾ അലൂമിനിയത്തിൻ്റെ നോക്കിയാൽ അലൂമിനിയത്തിൽ നിന്ന് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30, പോയിന്റ് ആംഗിൾ 30 ഡിഗ്രിയാണ്. കോപ്പറിൻ്റെ 45ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 15 ഡിഗ്രിയാണ്. പിന്നെ എന്താ, കോപ്പർ കഴിഞ്ഞതിന് ശേഷം ബ്രാസ വരുന്നത്, അതായത് 5 ഡിഗ്രിയാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാം 5 ഡിഗ്രിയാണ് കുറവ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഓർഡറിൽ പഠിക്കുക. അതായത് ബാക്കിൽ നിന്ന് അലൂമിനിയം, കോപ്പർ, ബ്രാസ്, മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പഠിക്കുക. ഇതിൻ്റെ ആദ്യത്തെ എത്രയാണ്, 30 ഡിഗ്രി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ടൈം വെച്ചിട്ട് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ടോ എന്തെങ്കിലും മെമ്മറി ടിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആദ്യത്തെ ഡിഗ്രി 30ആണ്, പിന്നെ മൈനസ് ചെയ്യേണ്ടത് 15ആണ്, പിന്നെ 5 ഡിഗ്രി വെച്ചിട്ടാണ് മൈനസ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും നമുക്ക് അങ്ങനെ ഒരു മൈനസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ ഈ സോഫ്റ്റർ മെറ്റീരിയൽ ആകുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് ആംഗിൾ ജനറലി കുറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഓക്കെ, അതായത് ഇവിടെ ഈ എന്താണ് ക്ലിയറൻസ് ആംഗിൾ എന്താണ്, ഈ ക്ലിയറൻസ് ആംഗിൾ നമ്മൾ അവിടെ നോക്കിയേ, ഈ ക്ലിയറൻസ് ആംഗിൾ ലോ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ചിസിൽ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ പിക്ചറിൽ നോക്കിയേ, അത് നമുക്ക് ക്ലിയറൻസ് ആംഗിൾ കുറവാണെങ്കിൽ ഇത് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെനട്രേറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ നമ്മുടെ വർക്കിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിന് ക്ലിയറൻസ് ആംഗിൾ വേണം. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, അതോടൊപ്പം തന്നെ ക്ലിയറൻസ് ആംഗിൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമുണ്ട്. അതെന്ത് ചെയ്യും, വർക്ക് പീസിലേക്ക് ഡീപ്പായിട്ട് ഡിഗ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലിയറൻസ് ആംഗിളും റേക്ക് ആംഗിളും എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ സ്ക്രാപ്പറിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സ്ക്രാപ്പർ, അതായത് സ്ക്രാപ്പർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിപ്പോൾ ഒരു സർഫസിൽ നമ്മൾ വളരെ ആക്യുറേറ്റ് ആക്കണം. ഓക്കെ, പക്ഷേ മുഴുവൻ മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ചെറിയ ഹൈ സ്പോട്ട് മാത്രം റിമൂവ് ചെയ്താൽ മതി. അവിടെ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്ക്രാപ്പർ എന്ന് പറയുന്നത്. സ്ക്രാപ്പർ തന്നെ പല രീതിയിലുണ്ട്. ഫ്ലാറ്റ് സ്ക്രാപ്പർ ഉണ്ട്. ഫ്ലാറ്റ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ലാർജ് ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ ഫ്ലാറ്റ് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത്. ഇനി കുക്ക് സ്ക്രാപ്പർ ഉണ്ട്. അത് വലിയ ഫ്ലാറ്റ് സർഫസിൻ്റെ സെൻറ്റർ പോർഷനിൽ ഫ്ലാറ്റ് സ്ക്രാപ്പർ എത്താത്തപ്പോൾ നമ്മൾ കുക്ക് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെർവ്ഡ് ബിയറിംഗ് സർഫസിൽ ബുഷസിലൊക്കെയാണ് നമ്മൾ ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഉപയോഗിക്കുക. പിന്നെ 3 സ്ക്വയർ സ്ക്രാപ്പർ ഉണ്ട്. ഇത് സ്മോൾ ഇൻറ്റേർണൽ ഹോൾസ് അല്ലെങ്കിൽ ഡീബറിംഗ് ഇവിടെയൊക്കെയാണ് നമ്മൾ 3 സ്ക്വയർ സ്ക്രാപ്പർ ഉപയോഗിക്കുക. ദെൻ ബുൾനോസ് സ്ക്രാപ്പർ, അത് ലാർജ് ബിയറിങ്ങിലാണ് ഈ ബുൾനോസ് സ്ക്രാപ്പർ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയും പ്രിസിഷൻ കോണ്ടാക്ട് സർഫസ് ഓക്കെ ഇത് ചെയ്യാനാണ് നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിക്കുക. പിന്നെ അവിടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് വിട്ടേക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡ്രിൽസ് ആണ്. ഡ്രില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രില്ലിൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ ട്വിസ്റ്റ് ഡ്രില്ലാണ്. അവിടെ അതിൻ്റെ നോമൻക്ലേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഷാങ്ക് എന്താണ്,
അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡി, പിന്നെ ഫ്ലൂട്ട് എന്താണ്, നെക്ക് എന്താണ്, പോയിന്റ് എന്താണ്, ഇത് ഓർത്തിരിക്കുക. അത് മനസ്സിലാക്കി വെക്കണം. ഇത് ഓരോന്നും എന്തിനാണ്, എന്ത് പർപ്പസ് ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോയിന്റ് ആംഗിൾ എത്രയാണ്. പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 ഡിഗ്രിയാണ് അവിടുത്തെ പോയിന്റ് ആംഗിൾ. ഓക്കെ, ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 ഡിഗ്രിയാണ്. ഇനി എത്രയാണ് ലിപ്പ് ആംഗിൾ? അത് 59 ഡിഗ്രിയാണ്. ഹെലിക്സ് ആംഗിൾ 27.5 ഡിഗ്രിയും. പിന്നെ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 12 ഡിഗ്രിയാണ്. ചിസൽ എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ പോയിന്റ് ആംഗിൾ ആണ്. 118 ഡിഗ്രി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഈ ഹോൾഡ് എന്തിനാണ് ഈ ട്വിസ്റ്റ് ഡ്രിൽ ഉപയോഗിക്കുക? ഹോൾ ഡ്രില്ലിംഗ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രില്ലാണ്. ഹോൾ ഡ്രില്ലിങ്ങിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലാണ് എന്ത്, ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് പോയിന്റ് ആംഗിൾ നമ്മൾ പഠിച്ചു വെച്ച പോലെ 118 ഡിഗ്രിയാണ്. ബാക്കിയുള്ള ആംഗിളുകളും നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അടുത്തതായിട്ട് ഡ്രില്ലിൻ്റെ പാർട്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ്, അതുപോലെ തന്നെ അവിടുത്തെ ബോഡി ക്ലിയറൻസ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, വെബ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രിൽ ചക്ക്. ഓക്കെ, അതുപോലെ തന്നെ സ്ലീവ് ആൻഡ് സോക്കറ്റ്, ഡ്രിൽ ഡ്രിഫ്റ്റ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് നമുക്കൊന്ന് ഓർത്തിരിക്കണം. ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നമുക്ക് അതിൻ്റെ കുറച്ച് പാർട്സിലേക്ക് നോക്കാം. അതായത് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ. ഇതെന്താണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്നത്? ഡ്രില്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള നാരോ സിലിണ്ടറിക്കൽ സ്ട്രിപ്പാണ് എന്ത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. എന്താണ്? ഡ്രില്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ആ ഒരു നാരോ ആയിട്ടുള്ള ആ ഒരു സിലിണ്ടറിക്കൽ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിനാണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. ഇത് ഹോൾ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഡ്രിൽ ഡയമീറ്റർ ആക്ച്വലി മെഷർ ചെയ്യുന്നത് അക്രോസ് ദ ലാൻഡ് ആണ്. ഓക്കെ, ഡ്രില്ലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് അക്രോസ് ദ ലാൻഡ് ആണ്. ദെൻ വെബ് എന്നത് ഡ്രില്ലിൻ്റെ സെൻറ്ററിലുള്ള മെറ്റൽ പോർഷനാണ്. ആ വെബ് എന്നത് ഡ്രില്ലിൻ്റെ സെൻറ്ററിലുള്ള മെറ്റൽ പോർഷനാണ്. ഇനി ഡ്രില്ലിംഗ് ഹോൾഡിംഗ് ഡിവൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രില്ല് പിടിക്കാൻ വേണ്ടി, അതായത് സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രില്ല് പിടിക്കാൻ വേണ്ടിയാണ് ഡ്രിൽ ചക്ക് വരുന്നത്. പിന്നെ മോസ്റ്റേപ്പർ ഉള്ള ഡ്രില്ലിന് സ്ലീവ്സ് ആൻഡ് സോക്കറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അവിടെ സ്ലീവ്സ് ആൻഡ് സോക്കറ്റിൻ്റെ പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ലീവ്സും സോക്കറ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ മോസ്റ്റേപ്പറിലാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ MT1 മുതൽ MT5 വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അവിടെ പിക്ചറടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഈ ഡ്രില്ല് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഡ്ജ് ടൂളാണ് ഡ്രിൽ ഡ്രിഫ്റ്റ്. ഓക്കെ, എന്തിനാണ് ഡ്രിൽ ഡ്രിഫ്റ്റ് ഉപയോഗിക്കണമെന്ന് ചോദിക്കാം. അത് ഡ്രില്ല് നമ്മൾ ഈ ഹോൾഡിംഗ് ഡിവൈസിന് ഡ്രില്ല് റിമൂവ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വരുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെഡ്ജ് ടൂളാണ് ഡ്രിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാണ്. അത് ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കീ പോയിന്റുകൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ ഒരുപാട് ഓരോ മെഷീൻസിൻ്റെ അതിൻ്റെ ഡെപ്തിലേക്കോ അല്ലെങ്കിൽ ഒരുപാട് പാർട്സിലേക്കോ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കുറച്ച് കീ പോയിന്റുകൾ പഠിക്കുന്നുണ്ട്, അത് മാത്രമേ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഡ്രില്ലിംഗ് മെഷീൻസ്. ഓക്കെ, ഫസ്റ്റ് സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊരു ലൈറ്റ് ഡ്യൂട്ടി മെഷീനാണ്. ഇതിന് നമ്മൾ ചെറിയ ജോബ് സാധാരണയായിട്ട് ഈ 12.5 mm വരെ ഡയമീറ്ററിലാണ് നമ്മൾ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് പില്ലർ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് ഫ്ലോർ മൗണ്ടഡ് ആണ്. ഓക്കെ, ഇത് ഫ്ലോർ മൗണ്ടഡ് ആണ്. മറ്റേത് ബെഞ്ചിൻ്റെ, ഇപ്പോൾ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഫ്ലോർ മൗണ്ടഡ് ആണ്. ഇത് ലാർജ് കപ്പാസിറ്റി വർക്കുകളാണ് ഇവിടെ, ഹെവി ജോബ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുക. ഇനി റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, ഇത് ഹെവി ജോബിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഡ്രില്ല് ഇങ്ങനെ നമുക്ക് അത് ചുറ്റും ഇങ്ങനെ അതിങ്ങനെ റേഡിയൽ ആകുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും 360 ഡിഗ്രിയിൽ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഹെവി ജോബിനാണ് ഇത് ഉപയോഗിക്കുക. ദെൻ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ, ഒരു റോയിൽ ഇങ്ങനെ സക്സസീവ് ഓപ്പറേഷൻസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് എ സീരീസ് ഓഫ് ഹോൾസ് അറ്റ് ഈക്വൽ സ്പേസിങ് അലോങ് എ റോ. ഇവിടെ നമുക്കിത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എവിടെയാ? ഗ്യാങ് ആൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ. ഇനി അടുത്തതായിട്ട് മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് മാസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുക. ഇനി നമ്മൾ കുറച്ച് ഫോർമുല കാര്യങ്ങളാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. കട്ടിംഗ് സ്പീഡ് എത്രയാണ്? കട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? അതായത് V = πdn/1000 m/min ആണ്. ആ യൂണിറ്റും പഠിച്ചു വെക്കണേ. കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്, ഇക്വേഷൻ എന്താണ്? ഓക്കെ, അത് V എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്പീഡാണ്, D എന്ന് പറഞ്ഞാൽ ഡ്രിൽ ഡയമീറ്റർ ആണ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻഡിൽ സ്പീഡാണ്. പിന്നെ സ്പിൻഡിൽ RPM ഉണ്ട്. സ്പിൻഡിൽ RPM എത്രയാണ്? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V × 1000/πd. RPM ആണ് അവിടുത്തെ ഇത് വരുന്നത്. അവിടെ N എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ സ്പീഡാണ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് സ്പീഡാണ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ ഡയമീറ്റർ ആണ്. പിന്നെ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എ ഡ്രിൽ പെർ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓരോ കംപ്ലീറ്റ് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് എത്ര മൂവ്മെൻ്റ് ആണ് ഡ്രില്ല് ഇറങ്ങി ചെന്നിരിക്കുന്നത് എന്നതിനെയാണ് ഫീഡ് എന്ന് പറയുന്നത്. അത് mm/റെവല്യൂഷൻ ആണ് വരുന്നത് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീമർ ആൻഡ് റീമിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് റീമർ അല്ലെങ്കിൽ റീമിംഗ് എന്ന് ചോദിച്ചാൽ, നമുക്ക് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഡ്രില്ലൊക്കെ ചെയ്ത് ഹോള് കിട്ടിയാൽ അത് എക്സാക്ട് സൈസിൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് റീമിംഗ് ആണ് ചെയ്യുന്നത്. റീമിംഗ് എന്നത് ഓൾറെഡി ഡ്രിൽഡ് ഹോളിനെ ആക്യുറേറ്റ് സൈസിലേക്ക് കൊണ്ടുവരാനും ബെറ്റർ സർഫസ് ഫിനിഷ് നൽകാനും ചെയ്യുന്ന ഓപ്പറേഷനാണ് റീമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ റീമറിൻ്റെ അവിടെ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഷാങ്ക് ഉണ്ട്, നെക്ക് ഉണ്ട്, ഫ്ലൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, പിന്നെ ചാംഫർ ആയിട്ട് അവിടെ നമുക്ക് എൻഡ് പോർഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റീമറിൻ്റെ ടീത്തിൽ ഈക്വൽ സ്പേസിങ് ആയിരിക്കത്തില്ല. ഓക്കെ, ആ ഒരു ടീത്തിൻ്റെ സ്പേസിങ്, ഇത് അൺഈക്വൽ പിച്ചാണ് അവിടെ നൽകുന്നത്. അപ്പോൾ എന്തിനാണ് അവിടെ അൺഈക്വൽ പിച്ച് കൊടുക്കുന്നത്? അതായത് ചാറ്റർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ അൺഈക്വൽ സ്പേസിങ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ റീമർ റിവേഴ്സ് ഡയറക്ഷനിലാണ് റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യരുത്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റിവേഴ്സ് റൊട്ടേഷൻ അവോയ്ഡ് ചെയ്യണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അൺഈക്വൽ പിച്ച്, അത് പ്രിവെൻറ്റ് ചാറ്ററാണ്. അതോടൊപ്പം തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഈ റീമിങ്ങിൻ്റെ അലൗൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. റീമിങ്ങിൻ്റെ അലൗൻസ്, അതായത് ഡ്രിൽ സൈസ് = ഈ ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമർ സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ് ആണ്. അതാണ് ഈ ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ റീമർ സൈസിൽ നിന്ന് നമുക്ക് മൈനസ് എത്രയാണോ, നമുക്ക് റീമർ സൈസ് എത്രയാണോ, റീമർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സൈസ് ഉണ്ടല്ലോ, അത് മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ആ ഒരു സൈസിൽ നിന്ന് ഈ അണ്ടർ സൈസും പ്ലസ് ഓവർ സൈസും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ റീമിങ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിൽ സൈസിനേക്കാളും വലുതായിരിക്കും എന്ത്, റീമർ സൈസ്. ഓക്കെ, അപ്പോൾ റീമർ സൈസിനേക്കാളും ചെറുതാണ് എന്ത്, ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. അതാണ് റീമർ സൈസിൽ നിന്ന് അണ്ടർ സൈസും ഓവർ സൈസും മൈനസ് ചെയ്താൽ കിട്ടുന്ന സൈസാണ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീമർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ റിക്വയർഡ് ഹോൾ സൈസ് ആണ്. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ആ ഹോളിൽ കിട്ടുന്ന സൈസിനെയാണ് റീമർ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അണ്ടർ സൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഓവർ സൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഈ റീമർ സൈസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറഞ്ഞ ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ
അടുത്തായിട്ട് റീമിംഗ് ഓപ്പറേഷൻ. ഈ റീമിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട ആ ഹോള്, നമുക്ക് ആദ്യം നമ്മൾ ഡ്രിൽഡ് ഹോള് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലേക്ക് ഈ ചാംഫർ, അതായത് ഈ റീമറിൻ്റെ ആ ടൂളിൻ്റെ എൻഡ് പോയിന്റ് ആയ ആ ചാംഫർ അതിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എൻഡ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യും, റീമിംഗ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആ റീമിംഗ് സ്റ്റാർട്ട് ചെയ്ത് ടൂൾ റൊട്ടേറ്റ് ചെയ്ത് ഈ പറഞ്ഞ വർക്ക് പീസിലേക്ക് ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഓൾറെഡി ഡ്രിൽഡ് ഹോളിൻ്റെ ആ ഹോളിന് വലിപ്പം കൂടുകയും നമുക്ക് അതോടൊപ്പം തന്നെ ഒരു സർഫസ് ഫിനിഷ് ലഭിക്കുകയും അങ്ങനെ ഒരു ഫിനിഷ് ഹോളിലോട്ട് നമ്മൾ എത്തിപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി റീമറിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ റീമറിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷ് ഹോളിലോട്ട് അല്ലെങ്കിൽ ഫിനിഷിംഗ് ഹോളിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രില്ലിംഗ് ആണോ അല്ലെങ്കിൽ റീമർ ആണോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് റീമിംഗ് അല്ലെങ്കിൽ റീമർ ആണ് അതിന് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹാൻഡ് ടാപ്പ് അല്ലെങ്കിൽ ആൻഡ് ത്രെഡിങ് ഡൈസ്. അപ്പോൾ എന്താണ് ടാപ്പ്, എന്താണ് ഡൈസ്? ഇവിടെ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ടാപ്പ് എവിടെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡൈസ് എവിടെയാണ് ഉപയോഗിക്കുക? നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് നമുക്ക് ആൻസർ പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ് ടാപ്പ്, എന്താണ് ഡൈ എന്ന് ഓർത്തിരിക്കുക. അതായത് ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടു കട്ട് ഇന്റേണൽ ത്രെഡ് ബൈ ഹാൻഡ് ഇൻ ഡ്രിൽഡ് ഹോൾസ്. ഓക്കെ, അപ്പോൾ ടാപ്പ് ഇന്റേണൽ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടാപ്പിൻ്റെ ആ ഒരു ടൂൾ നോക്കി, നമുക്കവിടെ 3 രീതിയിൽ അവിടെ ടൂളുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൻ്റെ ഇൻറ്റേർണലി ആണ് ഹോൾ ഉണ്ടാക്കാൻ ഇൻറ്റേർണൽ ആണ് ത്രെഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ദെൻ നമുക്കവിടെ ഓരോരോ സ്റ്റാൻഡേർഡ് ഹാൻഡ് ടാപ്പ് സെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, ഫസ്റ്റ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ്. ഓക്കെ, അവിടെ 4 ഡിഗ്രി ടേപ്പർ ലീഡ് ആയിരിക്കും വരുന്നത്. അവിടെ 1 റിംഗ് ഉണ്ടാവും ഷാങ്കിൽ, 1 റിംഗ് ഓൺ ഷാങ്ക് ആയിരിക്കും വരുന്നത്. രണ്ടാമത് വരുന്നത് സെക്കൻഡ് ഓർ ഇന്റർമീഡിയറ്റ് ടാപ്പ് ആയിരിക്കും. അവിടെ 10 ഡിഗ്രി ടേപ്പർ ലീഡ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഷാങ്കിൽ വരുന്നത് 2 റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് പ്ലഗ് ഓർ ബോട്ടമിങ് ടാപ്പാണ്. അവിടെ 20 ഡിഗ്രിയാണ് ടേപ്പർ ലീഡ് ആയിട്ട് വരുന്നത്. അവിടെ ഷാങ്കിൽ 3 റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഒരു ഹാൻഡ് ടാപ്പിൻ്റെ ഒരു പാർട്സ് അടയാളപ്പെടുത്തിയ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേജർ ഡയമീറ്റർ മൈനസ് പിച്ചാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ടാപ്പ് ഡ്രില്ലിൻ്റെ ഈ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹോള് നമുക്ക് ഡ്രിൽ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഹോളിൻ്റെ സൈസാണ് എന്ത് പറയുന്നത്, നമുക്ക് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഹോളിൻ്റെ ഡ്രിൽ ചെയ്യേണ്ടതായിട്ട് ആ ഹോളിൻ്റെ സൈസാണ് എന്ത്, ഈ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക് ത്രെഡിന് നമുക്ക് എന്താണ് ഒരു പ്രാക്ടിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. എന്ത്, ഈ ടാപ്പ് ഡ്രിൽ സൈസ് അതിന് പറയുന്നത് എന്താണ്, മേജർ ഡയമീറ്റർ മൈനസ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പിച്ച് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ത്രെഡ് ആണ് ഈ പിച്ച് എന്ന് പറയുന്നത്. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം M10 × 1.5 എന്ന് പറയുന്നുണ്ട്. M10 × 1.5, അതായത് ഈ മേജർ ഡയമീറ്റർ ആണ് ഈ 10 എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറയുന്നത് എന്താണ്, 1.5 ആണ്. ഓക്കെ, അപ്പോൾ മേജർ ഡയമീറ്റർ മൈനസ് 1. ഈ പറഞ്ഞ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ടാപ്പ് ഡ്രിൽ സൈസ്. നമുക്കത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് മേജർ ഡയമീറ്ററോ അല്ലെങ്കിൽ പിച്ചോ തന്നിട്ട് ടാപ്പ് ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് ഇട്ട് ആ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഡൈ ആണ്. അപ്പോൾ നമ്മൾ ടാപ്പ് എന്താണെന്ന് പഠിച്ചു, ടൂളിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വരുന്നതാണ് ഡൈ. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാക്കാനാണ്. ടാപ്പ് ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ ഡൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ബോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബോൾട്ടിലൊക്കെ നമുക്ക് എക്സ്റ്റേണൽ
ത്രെഡ് അല്ലേ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിനാണ് നമ്മൾ ഡൈ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു നെറ്റിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇന്റേണൽ ത്രെഡാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്റേണൽ ത്രെഡ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഹാൻഡ് ടാപ്പ് ആയിരിക്കും. എക്സ്റ്റേണൽ, അതായത് ബോൾട്ടിലൊക്കെ നമുക്ക് ത്രെഡ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഡൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡൈ തന്നെ പല ടൈപ്പ് ഉണ്ട്. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ഉണ്ട്, ഹാഫ് ഡൈ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഡൈ പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഡൈ നട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് സർക്കുലർ സ്പ്ലിറ്റ് ഡൈ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ബട്ടൺ ഡൈയിങ് എന്ന് വിളിക്കുന്നുണ്ട്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു ടൈപ്പാണിത്. ഇത് സ്പ്ലിറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ യൂസ്ഡ് വിത്ത് ഡൈ സ്റ്റോക്ക് ആണ്. പിന്നെ ഹാഫ് ഡൈ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഇൻ ഡൈ സ്റ്റോക്ക് ആണ് ഫോർ എക്സ്റ്റേണൽ ത്രെഡിങ് നിയർ ഷോൾഡർ, അവിടെയാണ് നമുക്കിത് ഉപയോഗിക്കുക. ഇനി അഡ്ജസ്റ്റബിൾ ഡൈ പ്ലേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ചെയ്യാനുള്ള അവിടെ ഹോൾഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ പർപ്പസ് ത്രെഡിങ് ആണ് ഈ അഡ്ജസ്റ്റബിൾ ഡൈ പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാലാമത് വരുന്നത് ഡൈ നട്ടാണ്. ഓക്കെ, യൂസ്ഡ് ഓൺലി ഫോർ ക്ലീനിങ് ഓർ റീകണ്ടീഷൻ ത്രെഡ്സ്. നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇത് പുതിയൊരു ത്രെഡ് കട്ട് ചെയ്യാനല്ല നമ്മളിത് ഉപയോഗിക്കുക. അത് ക്ലീനിങ് അല്ലെങ്കിൽ റീകണ്ടീഷനിങ് ത്രെഡിന് വേണ്ടിയാണ് നമ്മൾ ഡൈ നട്ട് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ നമ്മൾ അവിടെ ഈ ഡൈ സ്റ്റോക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇൻകറക്റ്റ് യൂസും കറക്റ്റ് യൂസും, അതായത് എങ്ങനെയാണ് ടേൺ ക്ലോക്ക് വൈസ് ടു കട്ട് ത്രെഡ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. ദെൻ അവിടെ നമുക്ക് ബ്ലാങ്ക് ഡയമീറ്റർ ഫോർ എക്സ്റ്റേണൽ ത്രെഡിങ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ടേണിങ് പ്ലെയിൻ റോഡ് ടു കറക്റ്റ് സൈസ് ഫോർ ബിഫോർ ത്രെഡിങ്. ഓക്കെ, ആ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. അവിടുത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബ്ലാങ്ക് ഡയമീറ്റർ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് എക്സ്റ്റേണൽ ത്രെഡിങ് ചെയ്തതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ബ്ലാങ്ക് ഡയമീറ്റർ കുറിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡി ഈക്വൽസ് ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി മൈനസ് പി ബൈ 10, അതാണ് അവിടുത്തെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് ഡയമീറ്റർ ആണ്. ഈ സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഡയമീറ്റർ ഓഫ് ത്രെഡ് ആണ്. ഓക്കെ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതായത് ഇൻ കേസ് ഒരു ബ്ലാങ്ക് ഡയമീറ്റർ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നിന്ന് രണ്ട് ഫോർമുല ഓർത്തിരിക്കാനുണ്ട്, ടാപ്പ് ഡ്രിൽ സൈസ് കാണാനുള്ളതും അതോടൊപ്പം തന്നെ ബ്ലാങ്ക് ഡയമീറ്റർ കാണാനുള്ളതും. ഓക്കെ, ആ ബ്ലാങ്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ ഹാൻഡ് ടാപ്പ് ആൻഡ് ത്രെഡിങ് ഡൈസിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. അടുത്തതായിട്ട് കൗണ്ടർ സിങ്കിങ്. അപ്പോൾ എന്താണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഹോള് ഡ്രില്ല് ചെയ്തതിന് ശേഷം സ്ക്രൂ ഹെഡ് സർഫസിൻ്റെ മുകളിൽ റോട്ടേറ്റ് ചെയ്യരുത്. അതായത് ഹെഡ് സർഫസിനോട് ഫ്ലഷ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ ആ ഒരു ഈ കൗണ്ടർ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്കിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ വർക്കിലേക്ക് നമ്മളൊരു ഹോൾ ഇട്ട് ഒരു സ്ക്രൂ ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂ ചെയ്തതിന് ശേഷം അതിൻ്റെ ഹെഡ് ആ സർഫസിന് മുകളിലോട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ അത് കറക്റ്റായിട്ടുള്ള രീതിയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു സ്ക്രൂവിനോ അല്ലെങ്കിൽ ആ സ്ക്രൂവിന് നമുക്ക് ഒരു സീറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിബിലിംഗ് ദ മൗത്ത് ഓഫ് എ ഹോൾ ടു അക്കോമഡേറ്റ് സ്ക്രൂ ഓർ റിവെറ്റ് ഹെഡ് ഫ്ലഷ് വിത്ത് ദ സർഫസ്. അപ്പോൾ സർഫസിന് ഫ്ലഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോളിൻ്റെ മൗത്തിന് ബിവൽ അല്ലെങ്കിൽ കോണിക്കൽ എൻലാർജ്മെൻ്റ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോണിക്കൽ എൻലാർജ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ഡ്രില്ല് ഹോൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ കൗണ്ടർ സിങ്ക് ചെയ്യുന്നതും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മൾട്ടി ഫ്ലൂട്ടാണ് അവിടെ വരുന്നത്, ഡിഫറെൻറ്റ് ആംഗിളിലാണ് അതും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആംഗിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഓരോ ആംഗിളും നമ്മൾ ജസ്റ്റ് നോക്കുക. അതായത് 75 ഡിഗ്രിയിൽ വരുന്നത് കൗണ്ടർ സിങ്ക് റിവെറ്റിംഗ് ആണ്. ഓക്കെ,
അത് റിവെറ്റിംഗ് പർപ്പസിന് വേണ്ടിയുള്ള രീതിയിൽ നമുക്ക് വരുന്നതാണ് 75 ഡിഗ്രി ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി 80 ഡിഗ്രിയിൽ 80 ഡിഗ്രിയിലാകുമ്പോൾ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂകൾക്കായിരിക്കും. അടുത്ത 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ജനറൽ ഡീബറിംഗ് അല്ലെങ്കിൽ കൗണ്ടർ സങ്ക് ഹെഡ് സ്ക്രൂകൾക്കായിട്ടായിരിക്കും. ഇനി 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാപ്പിങ്ങിന് മുമ്പുള്ള ഒരു ചാംഫറിംഗ് ആണ്. ഓക്കെ, ടാപ്പിങ്ങിന് മുമ്പുള്ള ഒരു ചാംഫറിംഗ് ആണ് ഈ 120 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർമ്മയിലിരിക്കുക. അടുത്തായിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൗണ്ടർ സിങ്ക് ഓപ്പറേഷൻസ്. ആദ്യം നമ്മൾ ഡ്രില്ല് ഹോൾ ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ കൗണ്ടർ സിങ്ക് ടൂള് അവിടെ പ്ലേസ് ചെയ്യുന്നു. ദെൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ലൈറ്റ് പ്രഷറിൽ അപ്ലൈ ലൈറ്റ് പ്രഷർ ആയിരിക്കും. അത് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും, ക്ലോക്ക് വൈസ് ആൻഡ് ഡൗൺവേർഡ് പ്രഷറിലായിരിക്കും നമ്മളത് റൊട്ടേറ്റ് ചെയ്യുക. ദെൻ അവിടെ ഒരു ബിവൽ ഫോം ചെയ്യും. ദെൻ നമ്മുടെ സ്ക്രൂവോ റിവറ്റ് ഹെഡ് നമുക്കതിലേക്ക് സർഫസിനോട് ഫ്ലഷ് ചെയ്ത് അവിടെ നിർത്തും. ഓക്കെ, ഇതാണ് നമ്മുടെ കൗണ്ടർ സിങ്കിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് കൗണ്ടർ സിങ്ക് ഫ്ലഷ് ഫിറ്റ്, അതായത് കറക്റ്റ് സർഫസിന് ഫിറ്റായിട്ട് ഒരേ ലെവലിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, മറ്റേ അപ്പുറത്ത് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തായിട്ട് റേഡിയസ് ഓർ ഫില്ലറ്റ് ഗേജ് ഓർ ഫീലർ ഗേജ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഒരു ജോബിൻ്റെ കോർണർ സ്ട്രെയിറ്റ് ആയിരിക്കില്ല. ഓക്കെ, അത് അവിടെ ഒരു കർവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കർവിൻ്റെ റേഡിയസ് എത്രയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഒരു പർട്ടിക്കുലർ റേഡിയസിലായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു കർവ് ഉണ്ടാവുക. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, റേഡിയസ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ കർവ്ഡ് കോർണർ ചെക്ക് ചെയ്യണം, ഇൻറ്റേർണൽ കോൺകേവ് ഫില്ലറ്റും ചെക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമുക്കത് ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺകേവ് ഫില്ലറ്റും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് റേഡിയസ് ഗേജ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് റേഡിയസ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, റേഡിയസ് ഗേജ്. നമ്മുടെ ആ ടൂളിൽ അവിടെ ഒരു ടൂളിൻ്റെ ഔട്ടർ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് എത്രയാണോ റേഡിയസ് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കർവ് കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഔട്ടർ ഫില്ലറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ എക്സ്റ്റേണൽ റേഡിയസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ അടുത്തായിട്ട് ഫീലർ ഗേജ്. ഫീലർ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തിക്നെസ് ഗേജിംഗ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് കണ്ടുപിടിക്കാനും, ഗ്യാപ്പ്, അതുപോലെ തന്നെ ബീറിംഗ് ക്ലിയറൻസ്, സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനാണ്, മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഫീലർ ഗേജ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു തിക്നെസ് ഗേജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് രണ്ട് മേറ്റിംഗ് പാർട്സിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫീലർ ഗേജ്. അതായത് ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ്ഡ് ടു എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് യൂസ്ഡ് ടു ചെക്ക് ദ ക്ലിയറൻസ് ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ്, അല്ലെങ്കിൽ ബീറിംഗ് ക്ലിയറൻസ്, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 mm തൊട്ട് 1 mm വരെ അതിൻ്റെ ആ ഒരു ഗേജിൻ്റെ റേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും തിക്നെസ് കുറഞ്ഞ ഇതാണ് നമുക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അവിടെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. അതായത് ക്ലിയറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ ചെക്ക് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ്, രണ്ടാമത് ബീറിംഗ് ക്ലിയറൻസ്, ഓക്കെ, മൂന്നാമത് സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതായത് ഗ്രൈൻഡിങ് വീല്. ഓക്കെ, ഗ്രൈൻഡിങ് വീല്, അതിൻ്റെ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രൈൻഡിങ് വീലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ടൂളുകളൊക്കെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ ഒക്കെയാണ് നമ്മൾ ഈ ഗ്രൈൻഡിങ് വീല് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗ്രൈൻഡിങ് വീലുകൾ ഉപയോഗിക്കുക. ഓക്കെ, അത് ഫിനിഷിങ്, അതുപോലെ തന്നെ ഫിനിഷിങ് പർപ്പസിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഗ്രൈൻഡിങ് വീലുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഗ്രൈൻഡിങ് വീലിൽ
ഓരോ പർപ്പസിനനുസരിച്ച് അതിന് പല പല വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഏതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് അറിയണത് അതിനൊരു കോഡ് ഉപയോഗിച്ചിട്ടാണ്, ഒരു 7 എലമെൻറ്റ് മാർക്കിംഗ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു മാർക്കിംഗ് കോഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കോഡ് ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട, പക്ഷേ ഈ കോഡിൻ്റെ ഓരോ കോഡും എന്താണ് അതിൻ്റെ വരുന്ന എലമെൻറ്റ്സ് എന്ത് പർപ്പസാണ് അല്ലെങ്കിൽ എന്ത് സ്പെസിഫിക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യണേന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ഇപ്പോൾ നമ്മൾ നോക്കിയേ, അവിടെ ഒരു 51 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ മാനുഫാക്ചറിൻ്റെ അബ്രസീവ് പ്രിഫിക്സ് ആണ്, അതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓക്കെ, അത് മാനുഫാക്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടാമത് എ എന്ന് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സിമ്പിൾ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ടൈപ്പ് ഓഫ് അബ്രസീവ് ആണ്, അതായത് ഏത് അബ്രസീവിലാണ് ആ ഒരു വീൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്രൈൻഡിങ് വീൽ, അതെന്താണ്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ്. ഇവിടെ ചോദിക്കാറുണ്ട് എ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കോഡ് തന്നിട്ട് ഇതിൽ എ എന്താന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ഓഫ് അബ്രസീവ് എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആ എ എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അതെന്താണ്, അലൂമിനിയം ഓക്സൈഡ് ആണ്. ഓക്കെ, ഇതിനെന്താണ്, ഹൈ ടെൻസൈൽ സ്റ്റീലാണ് ഇത് വരുന്നത്. ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ കാർബൈഡ് ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ കാർബൈഡ്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെ അടുത്തതായിട്ട് 46 46. ഈ 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ ഓർ ഗ്രിറ്റ് സൈസാണ് വരുന്നത്. ഗ്രെയിൻ ഓർ ഗ്രിറ്റ് സൈസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയേഴ്സിൽ എത്ര വരുന്നത്, 10 to 24 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 46 ഏത് റേഞ്ചിലാണ് വന്നിരിക്കുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ കൊയേഴ്സ് ആണോ, മീഡിയം ആണോ, ഫൈൻ ആണോ, അല്ലെങ്കിൽ വെരി ഫൈൻ ആണോ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ 10 to 24 ആണ്, മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 60 ആണ്, ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 to 180 ആണ്, വെരി ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 to 600 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് വന്നിരിക്കുന്ന ഒരു മീഡിയം ഗ്രെയിൻ അല്ലെങ്കിൽ ഗ്രിറ്റ് സൈസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ അബ്രസീവിൻ്റെ ലോവർ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് കൊയേഴ്സ് ആണ്, ഹൈ നമ്പർ ഡിനോട്ട് ചെയ്യുന്നതും വെരി ഫൈൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ആണ്, അതായത് ആ ബോണ്ടിൻ്റെ ഹാർഡ്നെസ്സിനെയാണ് നമ്മളവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എ ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആണ്, ഐ ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആണ്, ക്യൂ ടു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡാണ്. ഓക്കെ, അതായത് ആ ബോണ്ടിങ്ങിൻ്റെ ആ ഹോൾഡിങ് അല്ലെങ്കിൽ ഹാർഡിനെസ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് 5 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറാണ്. അതിപ്പോൾ എന്താണ്, ഡെൻസ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആണോ എന്നൊരു വ്യത്യാസമാണോ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 0 to 14 ആണ് വരുന്നത്. അപ്പോൾ 0 to 7 ആണെങ്കിൽ ഡെൻസും 8 to 14 ആണെങ്കിൽ വരുന്നത് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഞ്ചുകൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ബോണ്ട്, അതായത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്രിഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ സിലിക്കേറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ റെസ്നോയിഡ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റബ്ബർ ആണ്, ഇ എന്ന് പറഞ്ഞാൽ ഷെല്ലാക്കാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ വി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം, അല്ലെങ്കിൽ ആർ ആയിരിക്കാം. അപ്പോൾ ഏതാണോ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആ ലെറ്റർ അതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് അവിടെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, വി തന്നതുകൊണ്ട് അത് വിട്രിഫൈഡ് ബോണ്ടാണ്, അത് ടൈപ്പ് ഓഫ് ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ബി ആണെങ്കിൽ അത് വിട്രിഫൈഡ് ആണ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെല്ലാക്കാണ്. ഓക്കെ, ദെൻ അടുത്തത് 8 എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൻ്റെ അടുത്തൊരു പ്രൈവറ്റ് റെക്കോർഡ് മാർക്കാണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എ ടു വി വരെയുള്ള കാര്യങ്ങൾ, എ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ എയുടെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് അബ്രസീവ് ആണ്, 46 എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ഓർ ഗ്രിറ്റ് സൈസ് ആണ്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ആണ്, 5 എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആണ്, വി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ റേഞ്ചുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് ഗ്രൈൻഡിങ് ഡിഫക്ട്സ് ആൻഡ് അതിൻ്റെ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗ്രൈൻഡിങ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ലോഡിങ്.
ലോഡിംഗ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് മെറ്റൽ ചിപ്സ് വീലിൻ്റെ പോറസിലൊക്കെ ക്ലോഗ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതിനെയാണ് എന്ത് ഈ പറഞ്ഞ ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് അവിടെ ഒരു ഗ്രൈൻഡിങ് വീലിൽ ക്ലോഗിൽ ഈ പറഞ്ഞ ചിപ്സ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അതൊരു ഡിഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് മോശമാവും, അതുപോലെ തന്നെ ഹീറ്റ് ജനറേഷൻ സംഭവിക്കും, സർഫസ് ഫിനിഷ് മോശമായി പോവും. അപ്പോൾ നമുക്ക് അതിന് റെമഡി ആയിട്ട് ഡ്രസ് ദ വീൽ ടു റിമൂവ് ലോഡഡ് ഗ്രെയിൻസ്, അവിടെ ഡ്രസ്സിങ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കത് നോക്കാം. അടുത്തായിട്ട് എന്താണ്, ഗ്ലേസിങ് ആണ്. അടുത്ത ഡിഫക്റ്റ് ആണ് ഗ്ലേസിങ്. അതായത് അബ്രസീവ് ഗ്രെയിൻസ് ഡൾ ആയി ഫ്ലാറ്റ് ആകുന്നു, അവിടെ സർഫസ് മിറർ പോലെ ഷൈനി ആയി കാണും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഗ്ലേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്ക് കട്ടിങ് ആക്ഷൻ റെഡ്യൂസ് ചെയ്യും, സർഫസ് ഫിനിഷ് നമുക്ക് ലഭിക്കത്തില്ല. അതോടൊപ്പം തന്നെ അപ്പോൾ നമുക്ക് ഇതിന് പരിഹാരമായിട്ട് ഡ്രസ്സിങ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിങ് നമുക്ക് അടുത്ത എന്ത് ചെയ്യാം, ഈ ഗ്ലേസിങ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്താണ് ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്താണ്? ഡ്രസ്സിങ് എന്നത് ലോഡഡ് അല്ലെങ്കിൽ ഡൾ ഗ്രെയിൻസ് റിമൂവ് ചെയ്ത് ഫ്രഷ് ഷാർപ്പ് കട്ടിങ് എഡ്ജസ് എക്സ്പോസ് ചെയ്യുന്നതാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ലോഡഡ് ആയിട്ടുള്ള ലോഡിങ് അല്ലെങ്കിൽ ഡൾ ഗ്രെയിൻസ് ആയിട്ടുള്ള അതിനെയൊക്കെ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും, ഷാർപ്പ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ് എഡ്ജസ് എക്സ്പോസ് ചെയ്യുന്ന രീതിയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ലോഡിങ്ങിനും ഗ്ലേസിങ്ങിനും ഒരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഡ്രസ്സിങ്. ഓക്കെ, അടുത്തത് എന്ത്, ട്രൂയിങ്. ട്രൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ കോൺസെൻട്രേറ്റ് സ്പിൻഡിൽ ആക്സിസിനോട് റീസ്റ്റോർ ചെയ്യുന്നതാണ് ട്രൂയിങ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രൈൻഡിങ് ഡിഫക്ട്സ് ആൻഡ് ഓപ്പറേഷൻസിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ് സ്റ്റക്കായിട്ടിരിക്കുന്നതാണ്. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസ് ഡള്ളായിട്ട് അവിടെ വളരെ സർഫസ് വളരെ ഷൈനി ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് കട്ടിങ് എഡ്ജസ് ഉപയോഗിക്കുന്നതാണ്. ട്രൂയിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ കോൺസെൻട്രിസിറ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ളത് മെയിൻലി. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്ലാഞ്ച് സൈസ് ആൻഡ് മൗണ്ടിങ്ങിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് വീൽ ഇപ്പം നമ്മൾ ഈ വീൽ മൗണ്ടിങ് ചെയ്യുമ്പോൾ ഫ്ലാഞ്ച് ഡയമീറ്റർ കുറഞ്ഞത് വീൽ ഡയമീറ്ററിൻ്റെ 1/3 ആയിരിക്കണം. എന്താണ് അവിടെ പറഞ്ഞത്? അത് ഈ വീല് മൗണ്ടിങ് ചെയ്യുമ്പോൾ ഫ്ലാഞ്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് കുറഞ്ഞത് വീൽ ഡയമീറ്ററിൻ്റെ 1/3 ആയിരിക്കണം. അത് വീലിനും ഫ്ലാഞ്ചിനും ഇടയിൽ കംപ്രസിബിൾ വാഷർ അല്ലെങ്കിൽ ബ്ലോട്ടർ ഉപയോഗിക്കാം. ഇതിൻ്റെ തിക്നെസ് 1.5 mm കൂടാൻ പാടില്ല. ഗ്രൈൻഡിങ് വീൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വീല് ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മൗണ്ടിങ് കണ്ടീഷൻ ബാലൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഒരു സ്ലൈഡിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഫൈൽ എന്ന നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഫൈലിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹാക്സോ ബ്ലേഡുകളെ കുറിച്ചും റീമിങ്, ഡ്രില്ലിംഗ്, ടാപ്പ് സെറ്റ്, ഡൈ, അതുപോലെ തന്നെ കൗണ്ടർ സിങ്ക്, ഫീലർ ഗേജ്, അതുപോലെ ഗ്രൈൻഡിങ് വീലിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ് അതിൻ്റെ കോഡുകളെ കുറിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫക്ട്സുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഒരുപാട് എക്സാമുകൾക്ക് ഉപകരിക്കുന്ന ഒരു സെക്ഷനാണ്. അതോടൊപ്പം തന്നെ ഫിറ്റർ എക്സാമിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പോർഷൻ കാണുക, അതിൻ്റെ പോയിന്റുകൾ പഠിക്കുക. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലാക്കി പഠിക്കേണ്ടതും കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട കുറച്ച് ആംഗിൾസ്, അതുപോലെ തന്നെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പഠിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് അതിൻ്റെ ടൂൾസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് അപ്കമിങ് ടെക്നിക്കൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യുക. നമുക്കവിടെ അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാമിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് അപ്ഡേറ്റ്സും എക്സാം അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.